അസഹിഷ്ണുത കണ്ണൂരിലും അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ഫോട്ടോഗ്രാഫർക്ക് നേരെ ആക്രമണം. കണ്ണൂർ തളിപ്പറമ്പിലെ റഫീഖ് പുളിപ്പറമ്പിലിന് നേരെയാണ് ആക്രമണം. റഫീഖിന്റെ സ്റ്റുഡിയോ അടിച്ചു തകർത്തു. വിവരങ്ങളുമായി ജോഷില ചേർന്നുണ്ട്. ജോഷില, എന്താണ് സംഭവിച്ചത്? സൗമ്യ, ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് തളിപ്പറമ്പിലെ ഒബ്സ്ക്യൂറ സ്റ്റുഡിയോ തകർക്കപ്പെട്ടത്. റഫീഖ് പുളിപ്പറമ്പ് നടത്തുന്ന സ്റ്റുഡിയോ ആണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ റഫീഖിനും കുടുംബത്തിനുമെതിരെ വധഭീഷണികളടക്കം ഉയർന്നിരുന്നു. കണ്ണു മാത്രം കാണിച്ച് പർദ്ദ ധരിക്കുന്നതിന്റെ അശാസ്ത്രീയതയെക്കുറിച്ചും ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുറന്നുകാട്ടിയും സോഷ്യൽ മീഡിയകളിൽ റഫീഖ് പോസ്റ്റുകൾ ഇട്ടിരുന്നു. തുടർന്നാണ് ഇസ്ലാമിക തീവ്രവാദ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇവൻ ഇസ്ലാമിക വിരോധി, ഇവന്റെ ക്യാമറ വെളിച്ചം നമ്മുടെ വീടുകളിൽ പതിയാതിരിക്കട്ടെ തുടങ്ങിയ പോസ്റ്റുകൾ തീവ്രവാദ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇസ്ലാമിക തീവ്രവാദ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. തീവ്രവാദികൾ തുറന്നു കാട്ടുന്ന ഒരു അസഹിഷ്ണുത പുറത്തു കാട്ടുന്ന ഒരു സംഭവമാണ് കണ്ണൂരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, ജോഷ്ല, ഈ ആക്രമണം നടന്ന ഈ സ്ഥലം അല്ലെങ്കിൽ ഇവർ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർ ഇത്തരം വിഷയങ്ങളിൽ നേരത്തെയും ഉൾപ്പെട്ടിട്ടുള്ളവരാണോ? പ്രത്യേകിച്ച് ആ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പലയിടത്തു നിന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൗമ്യ, ഇതിനു മുൻപ് ഇവർ നടത്തിയ സംഭവങ്ങളെ കുറിച്ച് എന്തായാലും ഇപ്പോൾ അറിവില്ല. ഒരു കാര്യം തീർച്ചയാണ്, റഫീഖ് പുളിപ്പറമ്പ് അദ്ദേഹത്തിന് ഈ സംഭവത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് കൃത്യമായും അറിയാവുന്നതാണ്. അദ്ദേഹം അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മത തീവ്രവാദികൾ അവർ പുറത്തു കാട്ടുന്ന അസഹിഷ്ണുത അത് മറ്റൊരു രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ഫോട്ടോഗ്രാഫർ റഫീഖിന് നേരെ ആക്രമണം. റഫീഖിന്റെ സ്റ്റുഡിയോ അടിച്ചു തകർത്തു.